ഹലോ, നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താ ഇങ്ങനെയൊക്കെയെന്ന്. ഇന്നേ നമ്മൾ നാട്ടിൽ പോവാം. അപ്പം ഞാൻ വെക്കേഷൻ ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം നാട്ടിൽ വന്നതിൻ്റെ വ്ളോഗായി കാണുന്നത്. ഇപ്പോൾ വന്നിട്ടിപ്പോൾ ഒരാഴ്ച ആകുന്നു. എനിക്കിപ്പോഴാണ് സമയം കിട്ടിയത് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്തിട്ട്. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ഒരു 4:45 ആയിരുന്നു. അപ്പം ഞാൻ 2 o'clock റൂമിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിൽ വന്ന് അപ്പം നോക്കിയപ്പോൾ എയർപോർട്ടിൽ അധികം ആൾക്കാരൊന്നുമില്ല. കാരണം വെളുപ്പിനായതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. അങ്ങനെ ചെക്കിങ്ങും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഉറക്കം വന്ന് രാവിലെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുമായിരുന്നു. എന്നിട്ട് ഞാനപ്പോൾ ഈ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കുറേ ക്യൂട്ട് സാധനങ്ങൾ കണ്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഡ്യൂട്ടി ഫ്രീയിൽ കയറി ഈ സുവനീറിൽ കയറി നടക്കാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കറങ്ങി നടന്ന് ഇത് മേടിച്ചു. ഇത് കണ്ടോ, ഒരു ചിരട്ട അവർ നന്നായിട്ട് പോളിഷ് ചെയ്ത് പെയിൻ്റ് അടിച്ചത് വീണ്ടും നല്ല പോളിഷൊക്കെ ചെയ്ത് അടിപൊളി ചെയ്ത് കാണാൻ. അങ്ങനെ ഒരു 4:45 ആവാറായപ്പോഴത്തേക്ക് നമ്മൾ ബോർഡായി. കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് എടുത്ത് ചെറിയൊരു ഫ്ലൈറ്റായിരുന്നു. ഫ്ലൈറ്റ് എടുത്തപ്പോൾ തന്നെ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ഞാൻ മൂണിനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് നമുക്ക് ഫുഡ് കിട്ടി. രാവിലെ ഒരു ബന്നും കുറച്ച് ജ്യൂസും ഒക്കെ ആയിട്ട്. പിന്നെ നല്ല സൂപ്പർ സൺറൈസ് കണ്ടു. അതും ഫ്ലൈറ്റിൽ നിന്നായിരുന്നു. പിന്നെ നമ്മളൊരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ, അനിയത്തിമാരൊക്കെ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ അന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇറങ്ങി വരുന്ന വഴിക്ക്. നമുക്ക് പക്ഷേ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീട് പത്തനംതിട്ട. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ വന്നു. സാധാരണ വരുന്ന പോലെ തിരക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം മറന്നുപോയി ഗൈസ്. പിന്നെ വീഡിയോ എടുക്കണോ ഒന്നും മറന്നുപോയി. ഞാൻ പിന്നെ എല്ലാവരുടെയും കൂടെ വീട്ടിലിരുന്ന് അങ്ങോട്ട് സന്തോഷമായിട്ടിരുന്നു. അത് കഴിഞ്ഞതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുറച്ച് പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്. അവിടെ ഫുള്ള് ബിൽഡിങ്ങും അങ്ങനെയൊക്കെയല്ലേ. നമുക്ക് ഇവിടുത്തെ പോലത്തെ പൂവോ മരമോ അങ്ങനെയൊന്നുമില്ല അവിടെ. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട്. പിന്നെ ഞാനിങ്ങനെ രാവിലെ എഴുന്നേറ്റ് പൂവൊക്കെ കണ്ട് നമ്മുടെ പട്ടിക്കുട്ടന്മാരെയൊക്കെ ഇന്ന് ഹായ് പറഞ്ഞ്. നമുക്കിവിടെ കുറേ ആൾക്കാരുണ്ട്. പശുവുണ്ട്, പട്ടിയുണ്ട്, ഒരു മുയലുണ്ട്, കുറച്ച് കോഴിയുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പിള്ളേരുണ്ട്. പിള്ളേരല്ലേ, ഞങ്ങൾ കുറച്ച് വലിയ ആൾക്കാരുണ്ട്. പിന്നെന്താ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. നമുക്ക് മീനുണ്ട്, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കണ്ട്. അപ്പം ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ വെള്ളത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മുടെ പൂച്ചയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു വെറുതെ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പടയണി കാണാനായിട്ട് എലന്തൂർ പോയി. പടയണിയൊക്കെ അവിടെ ഉത്സവമായിരുന്നു. എന്നിട്ട് പടയണി നടക്കുമായിരുന്നു. എലന്തൂർ എന്ന് വെച്ചാൽ അച്ഛൻ്റെയൊക്കെ നാടാണ്. അവിടെ പോയി. അങ്ങനെ നമ്മൾ ഉത്സവമൊക്കെ അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് പടയണിയൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.